എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യമായി അശ്വതി. കുടുംബസുഖം ഉണ്ടാകും, ബന്ധുക്കളുടെ എതിർപ്പുകളെ അതിജീവിക്കും. അടുത്തതായി ഭരണി നക്ഷത്രം. അനുകൂലമായ വിവാഹബന്ധം വന്നുചേരും, കീർത്തി, പദവി എന്നിവ ലഭിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രം. ബന്ധുക്കളിൽ നിന്നുള്ള എതിർപ്പുകൾ മാറും, ആരോഗ്യപരമായി കരുതൽ വേണം. അടുത്തത് രോഹിണി നക്ഷത്രം. ദൂരയാത്രാ ക്ലേശം ഉണ്ടാകും, നിർണായക നിമിഷങ്ങളിൽ ആത്മനിയന്ത്രണം പാലിച്ചു വേണം പെരുമാറുവാൻ. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാം, ദാമ്പത്യ സുഖക്കുറവ് അനുഭവത്തിൽ വരാം, സഹോദരങ്ങളുമായി കലഹത്തിന് സാധ്യത കാണുന്നു. അടുത്തത് തിരുവാതിര നക്ഷത്രം. തൊഴിൽ രംഗത്ത് അപവാദങ്ങൾ ഉണ്ടാകാം, യാത്രകളിൽ അപകട സാധ്യത കാണുന്നുണ്ട്. അടുത്തത് പുണർദം നക്ഷത്രം. ശിക്ഷാ നടപടികൾക്ക് വിധേയനാകും, അശുഭകർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടി വരും. അടുത്തത് പൂയം നക്ഷത്രം. സർക്കാർ ജീവനക്കാർക്ക് ധനലാഭം ഉണ്ടാകും, വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയിക്കുവാൻ സാധിക്കും. അടുത്തത് ആയില്യം നക്ഷത്രം. ജോലിഭാരം കുറയും, തൊഴിൽ ലാഭം ഉണ്ടാകും. അടുത്തത് മകം നക്ഷത്രം. ജോലി സ്ഥിരമാകും, പ്രശസ്തിയും വിജയവും ഉണ്ടാകും, ബിസിനസ്സിൽ നിന്നും നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തത് പൂരം നക്ഷത്രം. സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും, സ്ത്രീകൾ മൂലം സുഖവും സമാധാനവും ഉണ്ടാകും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. ബന്ധുക്കളുടെ എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കും, ഉല്ലാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും, യാത്രകൾ നിമിത്തം ഗുണം ഉണ്ടാകും, ആപത്തുകളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കും. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും, വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതായിരിക്കും. അടുത്തത് ചോതി നക്ഷത്രം. ധനം വർദ്ധിക്കുന്നതായിരിക്കും, ജോലി മാറ്റം ഉണ്ടാകും, കുടുംബസുഖം വർദ്ധിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. തസ്കര ഭയം ഉണ്ടാകും, അപവാദങ്ങളിൽ ചെന്ന് ചാടാതെ നോക്കണം, എതിർപ്പുകൾ വന്നു ചേരാം. അടുത്തത് അനിഴം നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് പ്രയാസങ്ങൾ കൂടും, സൽകീർത്തിക്ക് കോട്ടം തട്ടും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. പൊതുജന പിന്തുണ കുറയും, കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവം വർദ്ധിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. പ്രവൃത്തികൾക്ക് അംഗീകാരം കിട്ടുകയില്ല, അശുഭ വാർത്തകൾ ശ്രവിക്കും, പരാജയഭീതി ദൃശ്യമാകും. അടുത്തത് പൂരാടം നക്ഷത്രം. അപകടങ്ങൾ ഉണ്ടാകും, പരാശ്രയത്വം ദൃശ്യമാകും, ആത്മീയത വർദ്ധിക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രം. ചെലവിനൊപ്പം വരവും വർദ്ധിക്കും, അന്യർക്ക് വേണ്ടി നഷ്ടം സഹിക്കേണ്ടി വരും. അടുത്തത് തിരുവോണ നക്ഷത്രം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം, ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും, കുടുംബസുഖം വർദ്ധിക്കും. അടുത്തത് ഔട്ട നക്ഷത്രം. സഹോദര ഗുണം ഉണ്ടാകും, പണമിടപാട് രംഗത്ത് മേന്മയുണ്ടാകും, അനുകൂലമായ സ്ഥലം മാറ്റം വന്നു ചേരും. അടുത്തത് ചതയം. ഗൃഹം മോടി പിടിപ്പിക്കുന്നതിന് അനുകൂലമായ സമയമാണ്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കുറയും. അടുത്തത് പൂരുരുട്ട നക്ഷത്രം. എല്ലാവിധത്തിലുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും, മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകും. അടുത്തത് ഉത്രട്ടാ നക്ഷത്രം. കുടുംബസുഖം വർദ്ധിക്കും, എല്ലാവരും അനുകൂലമായ രീതിയിൽ നിങ്ങളോട് പെരുമാറും. അവസാനമായി രേവതി നക്ഷത്രം. യാത്രയിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും, കുടുംബസുഖം ഉണ്ടാകും, ഉപരിപഠനത്തിന് അനുകൂലമായ സമയമാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.